ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് നടൻ പ്രേംകുമാറിനെ മാറ്റിയ സാംസ്കാരിക വകുപ്പിന്റെ നടപടിയെ ശുദ്ധ നെറികേട് എന്ന് വിമർശിച്ച് സംവിധായകൻ വിനയൻ. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിനയൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. വമ്പന്മാർ ഭരിച്ചതിനേക്കാൾ വളരെ ഭംഗിയായി അക്കാദമി ഭരിക്കുകയും വിവാദങ്ങളില്ലാതെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുകയും ചെയ്ത പ്രേംകുമാറിനോട് ഒരു വാക്കുപോലും പറയാതെ ഒഴിവാക്കിയത് അങ്ങേയറ്റം അപമാനകരമാണെന്ന് വിനയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. തൂമ്പാ പണിക്ക് വരുന്ന കൂലിപ്പണിക്കാരനോട് പോലും നാളെ മുതൽ നീ വരണ്ട എന്ന് പറയുന്ന സാമാന്യ മര്യാദ നമ്മൾ കാണിക്കാറുണ്ടെന്നും, എന്നാൽ സഹപ്രവർത്തകരോട് യാത്ര ചോദിക്കാൻ പോലും അവസരം നൽകാതെ കറിവേപ്പില പോലെ പ്രേംകുമാറിനെ പുറത്തെറിയുകയാണ് സർക്കാർ ചെയ്തതെന്നും അദ്ദേഹം വിമർശിച്ചു. പുതിയ ഒരാളെ നിയമിച്ച വാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ വലിയ വേദന തോന്നിയെന്നും അപമാനിക്കാൻ മാത്രം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും പ്രേംകുമാർ സങ്കടത്തോടെ തന്നോട് പറഞ്ഞതായും വിനയൻ കുറിപ്പിൽ വെളിപ്പെടുത്തി. താനൊരു സാധാരണ കലാകാരനായതുകൊണ്ടാണോ ഈ അവഗണന എന്ന പ്രേംകുമാറിന്റെ ചോദ്യത്തിൽ എല്ലാമുണ്ടെന്നും, ഇതിഹാസങ്ങളെയും പൗരപ്രമുഖരെയും മാത്രമല്ല കഴിവുള്ള സാധാരണക്കാരെയും അർഹിക്കുന്ന വില കൊടുത്തു മാനിക്കുന്നതാണ് ജനാധിപത്യമെന്നും വിനയൻ ഓർമ്മിപ്പിച്ചു. അർഹമായ പരിഗണന നൽകാതെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് സ്വജന പക്ഷപാതമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന പാവപ്പെട്ട ആശാവർക്കർമാരുടെ പ്രശ്നം പാർട്ടി മീറ്റിംഗിൽ ഉന്നയിച്ചതാണ് തന്റെ പുറത്താക്കലിന് കാരണമെന്ന് പ്രേംകുമാർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് വിനയന്റെ ഈ രൂക്ഷ വിമർശനം. ഇത്രയും വലിയ അനീതി നടന്നിട്ടും മലയാള സിനിമയിലെ സംഘടനകൾ പ്രേംകുമാറിനെ പിന്തുണച്ച് ഒരു വാക്കുപോലും സംസാരിക്കാത്തത് കഷ്ടമാണെന്നും വിനയൻ തന്റെ കുറിപ്പിൽ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ: നടൻ പ്രേംകുമാർ പറഞ്ഞതിൽ സത്യവും വസ്തുതയും ഉണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന നിലയിൽ വമ്പന്മാരൊക്കെ ചെയ്തതിലും ഭംഗിയായി അതിന്റെ ഭരണം നടത്തുകയും വിവാദങ്ങൾക്കൊന്നും ഇടം കൊടുക്കാതെ ചിട്ടയോടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുകയും ചെയ്ത പ്രേംകുമാറിനോട് ഒരു വാക്കുപോലും പറയാതെ ഒഴിവാക്കിയത് ശുദ്ധ നെറികേടായിരുന്നുവെന്ന് അന്നു തന്നെ ഞാൻ പറഞ്ഞിരുന്നു. തൂമ്പാ പണിക്ക് വരുന്ന കൂലിപ്പണിക്കാരനോട് പോലും നാളെ മുതൽ നീ വരണ്ട എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ഒഴിവാക്കാറുള്ളത്. അല്ലെങ്കിൽ പിറ്റേ ദിവസം കിളക്കാൻ വരുമ്പോൾ പറയാതെ വേറൊരുത്തനെ വെച്ചൊന്ന് കണ്ടാൽ അവൻ വഴക്കുണ്ടാക്കും. പക്ഷെ പ്രേംകുമാറിന് കൂടെ ജോലി ചെയ്ത സഹപ്രവർത്തകരോട് യാത്ര ചോദിക്കാൻ പോലും അവസരം നൽകാതെ കറിവേപ്പില എടുത്ത് പുറത്തിടുന്ന പോലെ ഒഴിവാക്കിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെ പുതിയ ആളെ നിയമിച്ച വാർത്ത കൊടുക്കുകയാണ് സാംസ്കാരിക വകുപ്പ് ചെയ്തത്. ഞാനൊരു സാധാരണ കലാകാരനല്ലേ വിനയേട്ടാ, നമുക്ക് വലിയ പേരും പത്രാസുമൊന്നും ഇല്ലല്ലോ, പക്ഷെ അപമാനിക്കാൻ മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് അന്ന് പ്രേംകുമാർ പറഞ്ഞത്. അതിൽ എല്ലാമുണ്ട്. ഇതിഹാസങ്ങളെയും കോട്ടിട്ട പൗരപ്രമുഖന്മാരെയും മാത്രമല്ല കഴിവുള്ള കലാകാരന്മാർക്കും സാധാരണക്കാർക്കും അവരർഹിക്കുന്ന വില കൊടുക്കണം. അതാണ് ജനാധിപത്യം. മറിച്ചു ചെയ്യുന്നതിനാണ് സ്വജന പക്ഷപാതമെന്ന് പറയുന്നത്. മലയാള സിനിമാ സംഘടനകൾ ഒന്നും ഒരു വാക്കുകൊണ്ടുപോലും അന്ന് നടൻ പ്രേംകുമാറിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന കാര്യവും ഇവിടെ ഓർത്തുപോകുന്നു. ഇരട്ട നീതിയാണ് തന്നോട് കാണിച്ചതെന്നായിരുന്നു സാഹിത്യ അക്കാദമി ചെയർമാൻ സർക്കാരിനെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെ നടൻ പ്രേംകുമാറിന്റെ തുറന്നു പറച്ചിൽ. സാമാന്യ മര്യാദ പോലും സർക്കാർ തന്നോട് കാണിച്ചില്ലെന്നും വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നുവെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. സർക്കാരിനെതിരെ പരസ്യമായി താരം രംഗത്ത് വന്നതിന് പിന്നാലെ ഒപ്പം കൂട്ടാൻ കോൺഗ്രസ് ചർച്ചകളും നടത്തി. അനുനയിപ്പിക്കാൻ മുതിർന്ന CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ പ്രേംകുമാറിന്റെ വീട്ടിലെത്തിയിട്ടും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. കഴക്കൂട്ടത്ത് പ്രേംകുമാറിനെ മത്സരിപ്പിക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്.